നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിതൃപുണ്യം തേടി നിളാതീരത്ത് ആയിരങ്ങൾ. അവസാന മൃതദേഹവും കിട്ടും വരെ തെരച്ചിൽ. മന്ത്രി പി പ്രസാദ്. ഉരുൾപൊട്ടൽ. ചാലിയാറിൽ നിന്ന് ആകെ ലഭിച്ചത് 67 മൃതദേഹങ്ങളും 121 ശരീരഭാഗങ്ങളും. പുതിയ ന്യൂനമർദ്ദം. നാളെ വരെ ശക്തമായ മഴ. തിരൂരിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കാതെയായിട്ട് ആഴ്ചകൾ. വയനാടിന്റെ ദുരന്തഭൂമിയിലേക്ക് സഹായഹസ്തവുമായി വിദ്യാർത്ഥികൾ. വിശദമായ വാർത്തകൾ. പിതൃമോക്ഷം തേടിയെത്തിയ ആയിരങ്ങൾ നിളാനദിക്കരയിൽ ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ ബലിതർപ്പണം ചെയ്തു. പുലർച്ചെ 2:30 മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇവിടെ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ളതിനാലാണ് ഇവിടെ ബലിതർപ്പണത്തിന് പ്രാധാന്യമേറുന്നത്. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി എന്നീ പുണ്യനദികളുടെ സാന്നിധ്യം നിളയിൽ ഈ സമയം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. 17 കർമ്മികളാണ് ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയത്. വെള്ളം തളിച്ച് പടന്ന് മെഴുകുക. വെള്ളം കൊണ്ട് പടന്നിട്ട് മെഴുകി നടുക്ക് ചന്ദനം 3 പേരിലുകൊണ്ട് തൊട്ടിട്ടുള്ള നടുക്ക് വെച്ച ആൾക്കാർക്ക് മടി ശുദ്ധോദകം. മഴയെ തുടർന്ന് നിറഞ്ഞൊഴുകിയ ഭാരതപ്പുഴ വെള്ളം കുറഞ്ഞ് ശാന്തമായതോടെ പടവുകളിൽ 11 പടികൾ വരെ ഉപയോഗിക്കാൻ സാധിച്ചു. പോലീസും അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും പോലീസ് വളണ്ടിയർമാരും ആരോഗ്യവകുപ്പുമെല്ലാം വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരുന്നത്. കർക്കിടകവാവ് ദിവസമായ ഇന്ന് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ പിതൃതർപ്പണത്തിനായി നാടിന്റെ നാനാഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് ഭക്തർ എത്തുകയുണ്ടായി. ഇന്ന് രാവിലെ പുലർച്ചെ 2:30 മണിക്കാണ് ബലിതർപ്പണം തുടങ്ങിയത്. ക്ഷേത്രത്തിലെ 16 കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണം നടന്നത്. ഇപ്പോഴും ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 12-12:30 കൂടി വരെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പിതൃതർപ്പണം കഴിഞ്ഞ ഭക്തര് ക്ഷേത്രത്തിനകത്ത് പോയി പിതൃമോക്ഷത്തിനായി, ശാപമോക്ഷത്തിനായി തിലഹോമം, സായുജ്യപൂജ, താമരമാല തുടങ്ങിയ വഴിപാടുകൾ കഴിച്ച് നവാമുകുന്ദനെ നമസ്കരിച്ചാണ് ഇറങ്ങുന്നത്. ഇറങ്ങിപ്പോകുന്ന ഭക്തർക്ക് നിള ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രഭാത ഭക്ഷണം കോയമ്പത്തൂരിലെ മലയാളി ഭക്തരുടെ വക കൊടുക്കുന്നുണ്ട്. ഈ വരുന്ന ഭക്തരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രം വിപുലമായ സന്നാഹങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു.
ബലിതർപ്പണവും ക്ഷേത്രദർശനവും കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് കോയമ്പത്തൂർ ഭക്തജന സമിതി പ്രഭാത ഭക്ഷണവും നൽകി. കഴിഞ്ഞ തവണത്തെ അത്ര തിരക്ക് ഇത്തവണയില്ലായിരുന്നു. 2 ദിവസങ്ങളിലായി വരുന്ന ബലിതർപ്പണവും കാലവർഷവുമാണ് തിരക്ക് കുറയാൻ കാരണം. വെട്ടം ന്യൂസ് തിരുനാവായ. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ അവസാന മൃതദേഹവും ശരീരഭാഗങ്ങളും കിട്ടുന്നതുവരെ തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ജില്ലയിലുണ്ടായ അടിയന്തര സാഹചര്യം അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ചാലിയാറിൽ കവണക്കല്ല് വരെ തിരച്ചിൽ നടത്തും. നേവി, ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ സേവനം തിരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത ശരീരഭാഗങ്ങൾ DNA സാമ്പിൾ ശേഖരിച്ച ശേഷം നിലമ്പൂരിൽ സംസ്കരിക്കുമെന്ന് ദുരന്തത്തെ തുടർന്ന് ജില്ലയിലുണ്ടായ അടിയന്തര സാഹചര്യം അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ മന്ത്രി പറഞ്ഞു. പൂർണ്ണമായി വെള്ളം കുടിക്കാൻ യോഗ്യമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ വെള്ളത്തിന്റെ വിതരണം നടത്താവൂ എന്ന് നമുക്ക് ചാർട്ടുണ്ടാകും. ബന്ധപ്പെട്ട വകുപ്പുകൾ ആ കാര്യം ഗൗരവകരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ആ വെള്ളത്തിന്റെ കാര്യത്തിനകത്ത് ഒരു ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നതിന്റെ വെള്ളം കുടിച്ചിട്ട് പ്രശ്നമുണ്ടായി എന്നുള്ള പ്രതിസന്ധിയിലേക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത നമുക്ക് നേരത്തെ കാലത്ത് പറഞ്ഞതുപോലെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കേണ്ട നമ്മൾ കഴിയുകയില്ല. സാധ്യമാവുന്നിടത്തോളം നമ്മളെല്ലാവരും ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ തന്നെ ഈ സംവിധാനത്തെ ഫലപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി നമുക്ക് മണ്ണിനടിയിൽ ആളുണ്ട് അല്ലെങ്കിൽ ബോഡികളുണ്ട് എന്ന് ഉള്ള സംശയം ഏത് സാഹചര്യത്തിലും അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് അതിന്റെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഞാനിനി വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. 2 ജില്ലകളുടെ ഏകോപനം വേണം എന്ന കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇന്ന് ഉയർന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് അറിയിക്കാം. അതിന്റെ ഒരു ഏകോപനമുണ്ട്. നമുക്ക് പറഞ്ഞ് നമുക്ക് ഇതിനാ ബോക്സിന്റെ കാര്യം പറഞ്ഞു. ഈ കടായി ബോക്സിനെ കുറിച്ചാണ് സാറ് പറയുന്നത്. നമ്മൾ കേരളത്തിനും നമുക്ക് കേരളത്തിന് പുറത്തു നിന്നുള്ള അത്തരം ബോക്സിന്റെ സഹായം നമ്മൾ ലഭ്യമാക്കാൻ വേണ്ടി വയനാട്ടിൽ ഇന്നലെ ഞങ്ങൾ അടിയന്തരമായി ആലോചിക്കുകയും ചിലയിടത്ത് കിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിവിടങ്ങളിലേക്കും ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ ക്രമീകരിക്കാൻ കഴിയുമെന്ന കാര്യം നമുക്ക് ആലോചിക്കാം. ആനശല്യം മൂലം ചിലയിടങ്ങളിൽ പരിശോധന നടക്കുന്ന കരിപ്പുഴയുടെ കാര്യം പറഞ്ഞാണ് നിങ്ങൾ ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. PV അൻവർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, സ്ഥിരസമിതി അധ്യക്ഷൻ NA കരീം, നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം, ബ്ലോക്ക് പ്രസിഡന്റ് P പുഷ്പവല്ലി, പാലോളി മെഹബൂബ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിദ്യാരാജൻ, C ശ്രീനിവാസൻ, കളക്ടർ VR വിനോദ്, CMO ഡോക്ടർ R രേണുക, DFOP കാർത്തിക്, മേഖലാ ഫയർ ഓഫീസർ KK ഷിജു, TK അശോക് കുമാർ, KT കുഞ്ഞാൻ, BDO AV സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് വെട്ടം. വയനാട് ഉരുൾപൊട്ടലിൽ 4ാം ദിനത്തിൽ ലഭിച്ചത് 5 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് 67 മൃതദേഹങ്ങളും 121 ശരീരഭാഗങ്ങളുമാണ്. ആകെ 188 എണ്ണം 35 പുരുഷന്മാരുടെയും 27 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 2 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇതുകൂടാതെ 121 ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. പോലീസ്, വനം, ഫയർഫോഴ്സ്, NDRF, നാട്ടുകാർ, 100 കണക്കിന് വളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് 4 ദിവസമായി നടത്തിയ തിരച്ചിലിലാണ് ഇത്രയും മൃതദേഹങ്ങൾ ലഭിച്ചത്. ഇതുവരെ 180 മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 149 എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും 3 എണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. ചാലിയാറിന്റെ ചുങ്കത്തറ, കൈപ്പിനി, എഴുമാംപാടം, കുട്ടംകുളം, അമ്പിട്ടംപൊട്ടി, മുണ്ടേരി, വാണിയംപുഴ എന്നിവിടങ്ങളിൽ നിന്നുമാണ് സംയുക്ത പരിശോധനാ സംഘവും സന്നദ്ധ സംഘടനകളും ഇന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. രാവിലെ മുതൽ NDRF, നാവികസേന, അഗ്നിരക്ഷാസേന, വനം, പോലീസ് സേവനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. 7 മണിക്ക് സംയുക്ത സേനകൾ നാവികസേനയുടെ ചോപ്പറിൽ വയനാട് മലപ്പുറം ജില്ലാ അതിർത്തി മേഖലയായ സൂചിപ്പാറയിൽ തിരച്ചിൽ നടത്തി. പോലീസ് സേനയുടെ ചോപ്പറും ഇന്നലെ തിരച്ചിലിനായി ഉപയോഗിച്ചിരുന്നു. അതിദുർഘടമായ വനമേഖലയായതിനാലാണ് ചോപ്പറുകൾ ഉപയോഗിച്ചത്. സേനകൾ സൂചിപ്പാറയിലിറങ്ങി വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. തുടർന്നിവർ മടങ്ങുകയായിരുന്നു. മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേകം പരിശീലനം സിദ്ധിച്ച നായയുമായി ഇടുക്കിയിൽ നിന്നെത്തിയ പോലീസ് സേനാംഗങ്ങൾ മുണ്ടേരി ഇരുട്ടുകുത്തി മുതൽ മാളകം വരെയുള്ള ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ മൃതദേഹങ്ങളോ ഭാഗങ്ങളോ നായയ്ക്കും കണ്ടെത്താനായില്ല. വാണിയംപുഴ, കുമ്പളപ്പാറ ഭാഗങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളും ഇന്നലെ നടന്നു. ലഭിച്ച മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാശുപത്രിയിലേക്ക് മാറ്റി. ചാലിയാറിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച തിരച്ചിൽ നടത്തിയിരുന്നു. ഉച്ചവരെ മഴ മാറി നിന്നത് തിരച്ചിലിന് അനുകൂല ഘടകമായി. ന്യൂസ് ഡെസ്ക് വെട്ടം. ഇന്നും നാളെയും കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 115.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനിടയുണ്ട്.
കേരളം മുതൽ ഗുജറാത്തിന്റെ തെക്കൻ തീരം വരെയുള്ള ന്യൂനമർദ്ദപാത്തി തുടരുന്നു. ബംഗാളിനും ജാർഖണ്ഡിനും മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായാണ് ശക്തമായ മഴ പെയ്യുന്നത്. കേരള തീരത്ത് നാളെ രാത്രി 1:30 വരെ 2.5 മീറ്റർ വരെ ഉയർന്ന തിരക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മീൻപിടുത്ത തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ന്യൂസ് ഡെസ്ക് വെട്ടം. തിരൂർ നഗരസഭാ പരിധിയിൽ സൗരോർജ്ജ വിളക്കുകളും സ്ട്രീറ്റ് ലൈറ്റുകളും പ്രകാശിക്കാതെയായിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഗൗനിക്കാതെ അധികൃതർ. ഇതോടെ വെള്ളക്കെട്ടുകൾ രൂക്ഷമാവാറുള്ള താഴെപ്പാലം MES സ്കൂൾ പരിസരം രാത്രിയായാൽ ഇരുട്ടിലാവുന്ന സ്ഥിതിയിലാണ്. MES സ്കൂൾ പരിസരത്തെ വീടുകളിലേക്ക് പോകുന്ന വഴിയിലെ സ്ട്രീറ്റ് ലൈറ്റും മുൻ MLA C മമ്മൂട്ടിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച സൗരോർജ്ജ വിളക്കുമാണ് പ്രകാശിക്കാത്തതും മൂലം പ്രദേശം ഇരുട്ടിലായിരിക്കുന്നത്. തിരൂർ നഗരസഭാ പരിധിയിൽ പല സ്ഥലങ്ങളിലും തെരുവ് വിളക്കുകൾ കത്താത്തത് മൂലം ഇരുട്ടിലായിരിക്കുകയാണ്. മഴക്കാലത്ത് ഇത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വെട്ട ന്യൂസ് തിരൂർ. വയനാടിന്റെ ദുരന്തഭൂമിയിലേക്ക് സഹായഹസ്തവുമായി വിദ്യാർത്ഥികൾ. കണ്ണീർപറ്റ ദുരന്തമുഖത്ത് സേവനമനുഷ്ഠിക്കുന്നവർക്കും എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുമുള്ള അവശ്യ വസ്തുക്കളുമായാണ് കാരുണ്യത്തിന്റെ കരുതലുമായി വിദ്യാർത്ഥികൾ ശേഖരിച്ച വിവിധ വസ്തുക്കൾ വയനാട്ടിലേക്ക് എത്തിച്ചത്. പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്തേക്ക് ആവശ്യം വേണ്ട വസ്തുക്കൾ നൽകിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വിദ്യാലയത്തിലെ റെഡ് ക്രോസ് യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിതർക്കായും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നവർക്കുമുള്ള വസ്തുക്കളുടെ ശേഖരണം പ്രവർത്തനത്തിലായിരുന്നു. വിഭവങ്ങൾ, മരുന്നുകൾ, ക്ലീനിംഗ് വസ്തുക്കൾ, വസ്ത്രങ്ങൾ, പാഡുകൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ തുടങ്ങി ദുരന്ത പ്രദേശത്ത് ആവശ്യം വേണ്ടവ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹായത്തോടെയാണ് റെഡ് ക്രോസ് അംഗങ്ങൾ ശേഖരിച്ചത്. വിദ്യാർത്ഥികളായ ഹിഷാം, അനീഷ്, കെ സജ, UP അംന, ഫാത്തിമ, TK ആയിഷ ഹിബ, പ്രഥമ അധ്യാപകൻ T മുനീർ, റെഡ് ക്രോസ് സ്കൂൾ കൺവീനർ ഹമീദ് പാറയിൽ, CMC അർഷാദ്, CT നൂർജഹാൻ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് പറവണ്ണ. പ്രൈം ടൈം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.